മാസം സുരേഷ് ഏട്ടന് ജീവിക്കണമെങ്കിൽ ഇത്രയൊരു സംഖ്യ വേണം എനിക്കങ്ങനെ നിർബന്ധമില്ല. ഞാനിന്ന് ഈ കഴിഞ്ഞ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ 3 ദിവസം പച്ചവെള്ളം കുടിച്ച് കിടന്നിട്ട് എൻ്റെ റൂമിനകത്ത് കിടന്നിട്ടുണ്ട്. ഞാൻ പൈസയില്ല. പച്ചവെള്ളം ബോട്ടിൽ വെള്ളം ഒരു 2-3 വെള്ളം കുടിച്ച് ഞാൻ ആരുടെ ബുദ്ധിമുട്ട് പറയാൻ പോകാറില്ല. കാരണം വെച്ചാൽ മുമ്പൊക്കെ പറയും. ഇപ്പോൾ എനിക്ക് അതാണ് ചോദിക്കണമെങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സൗകര്യയുടെ കാര്യത്തിന് വേണ്ടിയോ അച്ഛൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ ഞാൻ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അല്ലാതെ എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും ഒരാരും വന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അത് എന്താ വെച്ചാൽ നമ്മൾ പട്ടിണിയോട് അറിഞ്ഞ ആളല്ലേ. പട്ടിണി നമുക്ക് പ്രശ്നമുള്ള കേസല്ല. ഈ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ 2-3 ആഴ്ചയേ ഉള്ളൂ, ഒരു പൈസയില്ല. എൻ്റെ ലാഭം 10 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിളി ഇറങ്ങി 2 ദിവസം എൻ്റെ 2 ദിവസം റൂം തുറന്നതേ ഇല്ല. ഞാനകത്തുണ്ടെന്ന് ഒരു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ മൊബൈൽ പോലും ഞാൻ സൈലൻ്റ് ആക്കിയിട്ട് സൈലൻറ്റിലിട്ടു. പുറത്ത് അങ്ങനെയാണ് പൂട്ടിയിട്ട് താക്കോൽ അത് പുറത്തേക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ ആളുകൾക്ക് ഇവിടെ താക്കോൽ പുറത്ത്, അപ്പോൾ പുള്ളി പുറത്ത് പോയി എന്നായിരിക്കും. അകത്ത് വേറൊരു ഡോറുണ്ട്, അത് ഞാൻ ചാരുകയുള്ളൂ. എന്നിട്ട് അത് പുറത്ത് ഞാൻ പോകുമ്പോൾ കുറ്റിയിട്ടിട്ടാണ്. അത് കുറ്റി പോലെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടാണ് അകത്ത് കുറ്റിയിടുന്നത്. അങ്ങനെയൊക്കെ കാര്യമില്ലെന്നേ. നമ്മൾ എന്താ പറയുക, പട്ടിണി ആദ്യമായിട്ടല്ല അറിയുന്നത്. പട്ടിണിയൊക്കെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ കൂലിപ്പണിയായിരുന്നു, അച്ഛന് കൂലിപ്പണിയായിരുന്നു. അച്ഛന് ടൈറ്റാനത്ത് ജോലി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കള്ളുകൂടി കാരണം അത് നഷ്ടപ്പെട്ടു. പിന്നെ അത് കൂലിപ്പണിയായി, അമ്മയ്ക്ക് കൂലിപ്പണി. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ റിസ്ക്കും സ്ട്രഗിളും എടുത്തിട്ടും എന്തുകൊണ്ടാണ് ഏട്ടൻ ഈ ജോലി തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജോലി എന്ന് പറയാൻ പറ്റില്ല. ജോലി എന്ന് നമ്മൾ ശമ്പളം ചോദിച്ച് വാങ്ങുന്നതാണ് ജോലി, കൂലി ചോദിച്ച് വാങ്ങുന്നതാണ് ജോലി. ഞാൻ ജോലിയായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. കാരണം അറിയാമല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ 13 വയസ്സിൽ തുടങ്ങിയ യാത്ര ഞാൻ പാമ്പിനെ ആരാധിക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കെന്താ പറയുക, എൻ്റെ 16 പ്രാവശ്യം എനിക്ക് മരണത്തെ മുഖാമുഖം കാണുന്നത് എനിക്ക് സ്വപ്നത്തിൽ കാണാറുണ്ട്. ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പറയേണ്ട സംഭവം. എന്തിനാ ഇപ്പോൾ ഞാൻ 4 ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു എൻഗേജ്മെൻറ്റിന് പങ്കെടുക്കാൻ ഈ 3 ദിവസം മുന്നേ എൻഗേജ്മെൻറ്റ് പങ്കെടുക്കാൻ കോട്ടയത്തേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ടാക്സിയിലാണ് പോകുമ്പോൾ ടാക്സിയിലെ പോയി സുഹൃത്തിനോട് നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് ആക്സിഡൻ്റ് ആവുമെന്ന് പറഞ്ഞാൽ പുള്ളി പേടിച്ചു, കാരണം വണ്ടി ഒന്ന് സൂക്ഷിച്ചിട്ട് കളയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറിച്ചി എത്തുന്ന സമയത്ത് കള്ളും കുടിച്ചുകൊണ്ടിരുന്ന പയ്യൻ ബൈക്കിൽ വന്ന് ഞങ്ങളെ വണ്ടിയിലിടിച്ചു. ഗ്ലാസ് പൊട്ടി. ആ പുള്ളി മറിഞ്ഞ് നേരെ കണ്ടെയ്നർ ലോറിയുടെ അടിയിൽ വന്നു. പുള്ളിക്കാരൻ ചവിട്ടിയതുകൊണ്ട് ഈ പുള്ളിയുടെ പുറത്ത് ഈ വണ്ടി കയറിയില്ല, ലോറി ആ വണ്ടി ഇടിച്ചില്ല. അപ്പോൾ എനിക്ക് പാമ്പിനെ ആരാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതെൻ്റെ വ്യക്തിപരമായ കാര്യം. ഞാൻ എന്തിനെ ആരാധിക്കണം? ചിലപ്പോൾ ഞാൻ ഈ മൈക്കിനെ ആരാധിക്കും, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ പാമ്പിനെ, അതുകൊണ്ട് എനിക്ക് എല്ലാ അപകടങ്ങളും എനിക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റും. ഞാൻ ആ ഒരു സാധനത്തിൽ മാത്രം ചിന്തിക്കുന്നു, ആ പാമ്പിനെ മാത്രം ചിന്തിക്കുന്നു. അപ്പോൾ അതിലെന്തൊക്കെ വന്നാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഒരു പാമ്പ് ആണാണോ പെണ്ണാണോ നമ്മൾ പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ അത് പറയും, ചിലർ പറയും വാവാത്തുരി എൻ്റെ അച്ഛനായിരിക്കും എന്ന് പറയാറുണ്ട്. ചില ആൾക്കാർ കമൻസ് ഇടാറുണ്ട് എൻ്റെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത്, മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോൾ. ഇനി അതുപോലെ തന്നെ വേറൊരു കേസുണ്ടെന്നറിയാം. ഒരുപാട് എന്താ പറയുക, നഷ്ടങ്ങളെക്കുറിച്ച് അതിൽ ചിന്തിക്കാറില്ല, ലാഭങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇൻകം ഇപ്പോൾ ഇത് പറഞ്ഞ ഇൻകം കൊണ്ട് ജീവിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇൻകം കിട്ടിയാൽ എനിക്ക് എൻ്റെ ഡ്രൈവറിന് വണ്ടിക്ക് പൈസ കൊടുക്കാം, അത് കൊടുത്താലേ പറ്റും. ഒന്നല്ലെങ്കിൽ നാളെയും കൊടുക്കണം. ഞാൻ മുമ്പൊക്കെ പലിശയ്ക്ക് എടുത്ത് കൊടുക്കുമായിരുന്നു. ആ പലിശയ്ക്ക് എടുത്താറില്ല. ഇത്രയും 39 വർഷം ഈ മേഖലയിലുണ്ട്. ഒരു 10-15 വർഷം അല്ലെങ്കിൽ 10 വർഷം കൂട്ടിക്കോളും. അപ്പോൾ ബാക്കി പോട്ടെ. നമുക്ക് ആൾക്കാർ തുച്ഛമാണ്. ഇത് മെനിങ്ങാന്നൊരു സ്ഥലത്ത് എനിക്ക് 2000 രൂപ വണ്ടിക്കായി, 1800 രൂപ വണ്ടിക്ക് എനിക്ക് തന്ന 400 രൂപയാണ്. 400 രൂപ. ഇന്നലെ ഒരു സ്ഥലത്ത് പോയിട്ട്, ഈ നൈറ്റിൽ ഇന്നലെ രാത്രി ഞാൻ ഇവിടുന്ന് പോയിട്ട് ഏകദേശം ഒരു 1800 രൂപ വണ്ടിക്ക് 500 രൂപയാണ് അവർ തന്നത്. 500 രൂപ. ബാക്കി എനിക്ക് വേറെ ആരെങ്കിലും വാങ്ങി. ചോദിക്കത്തുമില്ല അവരോട്. ഞാൻ ഇപ്പോൾ ചിലരോട് ചോദിക്കും, കാരണം സാധാരണക്കാർ പാവങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ പോയി രാത്രി ഒരു വീട് മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുന്നു. ഞാൻ ഒരു മണിക്കൂർ ജോലി ചെയ്തു. അപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് ചേച്ചി. ആ ചേച്ചിക്ക്, ആ സഹോദരി, ചേച്ചി എൻ്റെ പ്രായമൊന്നും വരത്തില്ല, ആ ചേച്ചി ആ സഹോദരിക്ക് ഒരു 15 ദിവസങ്ങൾക്ക് മുന്നേ കള്ളു കുടിച്ചുകൊണ്ട് ഒരുത്തൻ വയറ്റിലിട്ട് കുത്തി കൊടുത്തു. 28 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പാവപ്പെട്ട് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവരുകൊണ്ട് 500 രൂപ എൻ്റെ തന്നു. ഇത്രയും ജോലി ചെയ്തപ്പോൾ ഞാൻ ഓട്ടിച്ചു വിട്ടു. ഞാൻ ഇന്ന് അവർക്ക് വീടിൻ്റെ ആ പരിസരം വൃത്തിയാക്കാനായിട്ട് ഞാൻ 2 ശമ്പളം ഞാൻ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് അവരോട്. അല്ല, ഇത്ര കഴിയുമ്പോഴേട്ടാ, കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അങ്ങനെ അവിടെ എവിടെയെങ്കിലും ഒരു ജോലി ഇവരൊന്നും ഓഫർ ചെയ്തില്ല ചേട്ടനാ? സത്യം പറഞ്ഞാൽ ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം, കാരണം ഇത് ഞാൻ ഇത്രയും നാളും ഉണ്ടായിരുന്നൊരു കാര്യമാണ്. ഗണേഷ് കുമാർ സാർ വനം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു ജോലി പറഞ്ഞിരുന്നു. ജോലി വാച്ചറായിട്ടാണ്. എല്ലാവരും കൊട്ടിഘോഷിക്കുന്നത് വെച്ചാൽ ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞാൽ അല്ല, വാച്ചറായിട്ടാണ്. വാച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ജോലി? ഒരു മൃഗം ചത്താൽ കുഴിച്ചിടാൻ പോവുക, പാമ്പിനെ പിടിക്കാൻ പോകുന്ന എനിക്ക് സമയം കിട്ടില്ല, ഏതെങ്കിലും ഗേറ്റ് പൊക്കാൻ കൊണ്ടിരുത്തും. പിന്നെ എൻ്റെ മേഖല അതില്ലാതോ. പിന്നെ ഇപ്പം തന്നെ എത്ര വാച്ചർമാർക്ക് ശമ്പളം കിട്ടിയിട്ട് 3-4 മാസമായി. ഈ വാച്ചർമാരുടെ കുടുംബം കഴിയുന്നത് എന്ത് കഷ്ടത്തിലാണെന്ന്. ഇപ്പോൾ ഒരു പാമ്പ് പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് ഇപ്പോൾ എൻ്റെ പറഞ്ഞുള്ളൂ, ചേട്ടാ എനിക്ക് ശമ്പളം കിട്ടിയിട്ട് 3 മാസമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ താൽക്കാലിക ജീവനക്കാരുടെ എവിടെ എൻ്റെ ജീവിതകാലം മൊത്തം അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. എനിക്ക് എൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം. എനിക്ക് പറന്ന് നടക്കണം, എനിക്ക് എപ്പോഴും സഞ്ചരിക്കണം. ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിവിടെ എന്നെ പൂട്ടപ്പെടും.
അത് മാത്രമല്ല സർക്കാർ ജീവനക്കാരനായ എനിക്ക് എന്നെ പൂട്ടപ്പെടും. എനിക്ക് രാവിലെ 9-10 മണി തൊട്ട് 5 മണി വരെ ജോലി ചെയ്താൽ മതി. ഞാൻ ആ സമയം കറക്റ്റാക്കും. പിന്നെ ഞാൻ ഒരു സ്ഥലത്തും പോകത്തില്ല. ഇപ്പം ഞാൻ ഫുൾ ടൈം യാത്ര ചെയ്യാം. രാത്രി എന്നോ പകലെന്നോ ഇല്ല, ഫുൾ ടൈം എൻ്റെ സേവനം പരമാവധി കിട്ടാവുന്നു. ഇപ്പോൾ ഈ പാമ്പ് കടിയുടെ മരണങ്ങൾ കൂടിയപ്പോൾ കോള് കാരണം ഒരു നിവൃത്തിയില്ല.